അമ്മ ഐസിയുലായിട്ട് ഇത്ര സന്തോഷം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് 90s കിഡ്സിനാണ്. ഞാനും ഒരു 90s കിഡ് ആളാണ്. 90s കിഡ്സിന് ഇപ്പോൾ നമ്മൾ റീൽസിലും ഷോർട്സിലൊക്കെ ആയിട്ട് കുറേ തമാശ രൂപത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് നടുവേദന, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ വക സംഭവങ്ങളൊക്കെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു തരത്തിൽ. അത് കോമഡി ആണെങ്കിൽ കൂടി നമ്മൾ അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സമയമായി കഴിഞ്ഞു. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ ഒക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അല്ലെ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മുടെയൊക്കെ പേരൻസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന നമുക്കുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ വ്യക്തികൾ, അവരൊക്കെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അവരൊരു 55 മുതൽ ഒരു 70-75 ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും ഉറപ്പായിട്ടും അല്ലെ. അങ്ങനെയുള്ള അവർക്ക് നമ്മളെയൊക്കെ കൂടുതൽ അവസ്ഥകൾ, അസ്വസ്ഥതകൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ചിലർക്ക് ഓർമ്മ കുറവായിരിക്കാം, കൊളസ്ട്രോള്, BP, ഷുഗർ, കണ്ണ് കാണായിക്കുണ്ടാവും, ചെവി കേൾക്കായിക്കുണ്ടാവും. അവര് വാർദ്ധക്യത്തിലോട്ട് കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്റെ മന്ത്ലി ചെക്കപ്പിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റിനെ ഞാൻ കണ്ടു. അവിടെ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്ന് സംസാരിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു ആളുടെ സംസാരത്തില്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, എന്താ ഇവിടെ, എന്ത് പറ്റി, എന്താ കാരണം? അപ്പൊ ആള് പറഞ്ഞത്, ഒരാഴ്ചയായിട്ട് അമ്മ ICUലാണ്. പക്ഷെ അമ്മ ICUലാണ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കര സന്തോഷത്തിൽ ആള് സംസാരിക്കണം. ഇതെന്താ അമ്മ ICUലായിട്ട് ഇത്ര സന്തോഷം? അപ്പൊ കാരണം വേറൊന്നുമല്ല, ഒരാഴ്ചയായിട്ട് ICUലാണ്, പക്ഷെ ഇന്ന് ICUയിൽ നിന്ന് വാർഡിലോട്ട് മാറ്റും. ആ ഒരു സന്തോഷത്തിലാണ് ആളിരിക്കുന്നത്. ആയിക്കോട്ടെ, ശരി, ഇന്ന് 2 മണി വരെ ഒബ്സർവേഷനിലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിൽ വാർഡിലോട്ട് മാറ്റും എന്നൊരു സന്തോഷത്തിൽ ആളിരിക്കുകയാണ്. അപ്പൊ പതിയെ ഞാൻ ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക് പ്രശ്നം? അമ്മയുടെ അസുഖത്തിന്റെ കാര്യവിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഓക്കെ, അമ്മയ്ക്ക് വേഗം തന്നെ റെഡി ആവട്ടെ, വേഗം തന്നെ വീട്ടിൽ പോകാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം എന്റെ വീട്ടിലെ ക്ലോക്കിൽ 2 മണി അടിച്ചു. ഒരു പ്രശ്നമില്ലാതെ ആ അമ്മയ്ക്ക് സുഖാവട്ടെ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു മനസ്സിൽ. പിന്നത്തെ ആഴ്ച എനിക്ക് എമർജൻസി ആയിട്ട് എൻ്റെ ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഇതേ സഹപാഠിയെ എനിക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഞാൻ ഓടിച്ചെന്ന് വേഗം ചോദിച്ചു, എന്തായി, അമ്മേനെ ICU മാറ്റിയോ, വാർഡിലോട്ട് മാറ്റിയോ എന്ന് ചോദിച്ചു. അമ്മയെ മാറ്റി. പക്ഷെ ആ മാറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തില് അവളുടെ മുഖത്ത് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല. അന്ന് ICUലാണ് എന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് ICUയിൽ നിന്ന് വാർഡിലോട്ട് മാറ്റി എന്ന് പറയുമ്പോൾ ആൾക്ക് ഒട്ടും സന്തോഷമില്ല. ഇതിപ്പോ ഇങ്ങനെ അമ്മ വാർഡിലോട്ട് മാറ്റിയതിന് ശേഷം അമ്മയ്ക്ക് അറ്റാക്ക് വന്നു. അതിലും മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ അമ്മ കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ അമ്മ വെന്റിലേറ്ററിലാണ്, റെസ്പോണ്ട് ചെയ്യുന്നില്ല, കോമ പോലെയുള്ള ഒരു സ്റ്റേജിൽ. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ആ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും പറ്റി ചിന്തിച്ചു. പെട്ടെന്ന് വല്ലാത്ത പേടിയാണ് ആ സമയത്ത് ഉണ്ടായത്. വേറെ ഒന്നുമല്ല, ഈ ഒരു അവളിൽ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു ഭയം ഉള്ളിലുണ്ടായി. അവളതൊക്കെ പറയുമ്പോ എൻ്റെ മുഖത്തോട്ട് നോക്കുന്നില്ല, ആള് കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് വേറെ എവിടെയോ നോക്കി സംസാരിക്കാനുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അമ്മയുടെ ആ ഒരു അവസ്ഥ. പക്ഷെ അപ്പച്ചൻ ഇപ്പോഴും അമ്മ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറയുണ്ട്. ഈശ്വര, എന്തൊരു വലിയ അവസ്ഥയാലേ. ഞാനൊരു കോഫി കുടിച്ചാലോ എന്നൊക്കെ ഓഫർ ചെയ്തു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇല്ല, ഞാൻ തിരിച്ചു പോട്ടെ, അവിടെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരാളുടെ വിഷമം കണ്ടിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കന്നത്. നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയിട്ട്
അല്ലേ? ഇത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. പിന്നത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ ഫാദർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിരിഞ്ഞ് ഒരു 5-8 വർഷത്തിന് ശേഷമാണ് അവൾ എന്നെ വിളിച്ചത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ 8 വർഷം മുൻപ് പിരിഞ്ഞ് അത്രയും ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അവളുടെ ഈ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അച്ഛനെയും അമ്മേനെയും പറ്റി ചോദിച്ചപ്പോൾ അച്ഛൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഹിസ്റ്ററി, അച്ഛൻ്റെ ഡയഗ്നോസ് ചെയ്ത ആ ഒരു സമയം മുതൽ അച്ഛൻ മരിക്കുന്നത് വരെ, മരണശേഷം അവരുടെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിനൊക്കെ അവരെങ്ങനെയാണ് ഓവർകം ചെയ്തത്, ആ തരത്തിലുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല, അച്ഛൻ്റെ വേദന ഒന്ന് കുറയ്ക്കാൻ പറ്റും, ആ ഒരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവളും അവളുടെ ചേട്ടനും കയ്യിലെ പൈസയൊക്കെ എടുത്ത് അച്ഛനെ ട്രീറ്റ് ചെയ്തു. കയ്യിലെ പൈസ തീർന്നപ്പം കടം വാങ്ങി അച്ഛനെ ട്രീറ്റ് ചെയ്തു. അവൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് വർക്ക് ചെയ്തിരുന്നത് ആ ഒരു ടൈമിൽ. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഓഫീസിലായിരിക്കുന്ന സമയത്ത് പല തവണ അച്ഛനെങ്ങനെ വിളിച്ച് സില്ലിയായിട്ടുള്ള കൊച്ചു കുട്ടികളെ പോലെ അച്ഛൻ ബിഹേവ് ചെയ്യായിരുന്നു എന്ന് അവൾ പറയുകയാണെ. അവളുടെ ചേട്ടനും കൂടി ട്രീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം, എനിക്ക് എൻ്റെ കൂട്ടുകാരെ പറ്റി ഭയങ്കര ഒരു അഭിമാനം ഒക്കെ തോന്നി. കാരണം അവളാ ചെയ്തത് അവൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമാണ്. എല്ലാ കാര്യങ്ങളും അവൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. എനിക്ക് വല്ലാത്തൊരു അഭിമാനം, ഇങ്ങനൊരു കൂട്ടുകാരി എനിക്കുണ്ടായല്ലോ എന്നാലോചിച്ചു. പക്ഷെ അവൾ കരയായിരുന്നു. കരഞ്ഞിട്ട് അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓഫീസിലായിരിക്കുന്ന സമയത്ത്, അവിടുത്തെ വർക്ക് പ്രഷറും ഒക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനെന്നെ വിളിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ അച്ഛൻ്റെ കോള് കണ്ടില്ല എന്ന് വെക്കാറുണ്ട്, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കാതിരുന്നിട്ടുണ്ട്. ആ ഒരു ടൈമിലൊക്കെ അച്ഛന് ഒരു ചൈൽഡിഷ് ബിഹേവിയർ ആയിരുന്നു അത്രേ, വാശി പിടിക്കുക അങ്ങനെയൊക്കെ. ഇവളുടെ ആ ഒരു പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഓഫീസിലെ പ്രശ്നങ്ങളും എല്ലാം കൂടി തലങ്ങ് വട്ടായിരിക്കുന്ന സമയത്ത് അവള് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട് അത്രേ. അച്ഛന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവള് ഭംഗിയായി ചെയ്തു കൊടുത്തത്. പക്ഷെ അവൾക്ക് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ അവൾക്ക് ഭയങ്കര സങ്കടം തോന്നുക. അച്ഛനോട് അന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവൾ കണ്ടെത്തിയില്ലല്ലോ എന്ന്. പിന്നെ അവള് പറയാണ്, എൻ്റെ ഫോണിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്, പക്ഷെ അച്ഛൻ്റെതായ ഒരു ഓർമ്മ, ഏതോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എന്തോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛൻ സംസാരിക്കുന്ന സൗണ്ട് ഉണ്ട്. അത് കേട്ടാണ് ഇപ്പോൾ അച്ഛൻ്റെ ഒരു കുറവ് അവള് നികത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, കേട്ടിരിക്കാനേ പറ്റുള്ളൂ, നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. നമുക്ക് കണ്ണുള്ളപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയുന്ന പോലെ, നമ്മൾ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പിന്നീട് നമ്മളെ കൊണ്ട് കരയിക്കാം. നമുക്ക് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥ വരിക തന്നെ വേണം. നമ്മൾ ചെയ്യേണ്ടത് ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തുകയാണെങ്കിൽ, അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഉള്ള സന്തോഷത്തിനെ നമുക്ക് കൂടുതൽ രസകരമാക്കാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നതിൽ ഒരു പ്രസക്തിയില്ല. നമ്മൾ പേരൻസിനെ ഫോറിൻ ട്രിപ്പിന് കൊണ്ടുപോയിട്ടുണ്ടാവാം, അവർക്ക് വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവാം, നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുറച്ച് സമയമായിരിക്കും. അതിന് നമ്മൾ ഈ കൊടുക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റിനേക്കാളും പണത്തെക്കാളും എല്ലാം വിലയുണ്ട്. നമുക്ക് ഇത്രത്തോളം അസ്വസ്ഥതകൾ നമ്മളുടെ ഈ 30കളിൽ തോന്നുന്നുണ്ടെങ്കിൽ, അവരുടെ 70കളിൽ അവർക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മളെക്കാൾ ഭീകരമായിരിക്കും. ഉറപ്പായിട്ടും അവർക്ക് പേടി ഉണ്ടായിരിക്കും. അവർക്ക് നമ്മൾ സമയം കണ്ടെത്താം, അവരുടെ അടുത്ത് ചിരിച്ചൊന്ന് സംസാരിക്കാം. ഇതൊക്കെ ചെയ്യണത് വളരെ വലിയ കാര്യമാണ്. അവരെ സന്തോഷിപ്പിക്കാതെ നമ്മൾ പണത്തിന്റെ പുറകെ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. ദയവ് ചെയ്ത് എല്ലാവരും, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ പേരൻസിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം, അവരുടെ അടുത്ത് സംസാരിക്കാം.
ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാൻ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.